കേരളത്തിലും അതീവ ജാഗ്രതയാണ് ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്നത്. ഇന്നലെ തന്നെ പലയിടങ്ങളിലും പരിശോധനയുണ്ട്. റെയിൽവേ സ്റ്റേഷനും ആളുകൂടുന്ന മറ്റിടങ്ങളിലുമൊക്കെ പത്മനാഭസ്വാമി ക്ഷേത്രം അടക്കമുള്ള ഇടങ്ങളിലെല്ലാം വലിയ ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശമുണ്ട്. കൊച്ചിയിലും സമാനമായ അവസ്ഥയാണ്. നവമി ദിനേശ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. നവമി, റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അതീവ ജാഗ്രത ദേശീയ തലത്തിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ജാഗ്രത തുടരുന്നുണ്ട്. കൊച്ചിയിലെ അവസ്ഥ എന്താണ്? എവിടെയൊക്കെയാണ് കൊച്ചിയിൽ പരിശോധന നടക്കുന്നത്? സജിത്ത്, ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ ഇപ്പോൾ ഈ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഡോഗ് സ്ക്വാഡ് അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. RPF, ഡോഗ് സ്ക്വാഡ്, അതോടൊപ്പം തന്നെ റെയിൽവേ പോലീസ്, കേരള പോലീസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പരിശോധനയാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് ഈ പാഴ്സൽ ഓഫീസിനുള്ളിലാണ്. അവിടെയും പരിശോധന നടക്കുന്നുണ്ട്. നിരവധി പാഴ്സലുകളാണ് ഇവിടേക്ക് എത്തുന്നത്. അതിലുമൊക്കെ ഡോഗ് സ്ക്വാഡിന്റെ ഒരു പരിശോധന ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൂടാതെ തന്നെ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ, ആലുവ റെയിൽവേ സ്റ്റേഷൻ, എറണാകുളം KSRTC സ്റ്റാൻഡ്, മെട്രോ സ്റ്റേഷൻ എന്നിവിടങ്ങളിലും പരിശോധനയുണ്ട്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ആളുകൾ ദിവസവും വന്നു പോകുന്ന ഇടങ്ങൾ തന്നെയാണ് ഇത്. അങ്ങനെ ആൾക്കൂട്ടം കൂടുതലുള്ള ഇടങ്ങളിൽ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ KSRTC സ്റ്റാൻഡിലും സമാനമായ രീതിയിൽ ഒരു പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലുവ റെയിൽവേ സ്റ്റേഷനിലും പരിശോധന നടക്കുന്നുണ്ട്. അങ്ങനെ വലിയ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് എറണാകുളം ജില്ലയിലും നൽകിയിരിക്കുന്നത്. ആൾക്കൂട്ടം സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തന്നെ ഈ പോലീസ് ആ ബാഗുകളൊക്കെ തുറന്ന് പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് യാത്രക്കാരുടെ സാധനങ്ങളൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള സംശയം തോന്നിക്കഴിഞ്ഞാൽ അവർ തുറന്ന് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഡോഗ് സ്ക്വാഡിന്റെ ഒരു പരിശോധനയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. 2 ഡോഗ് സ്ക്വാഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ പരിശോധനയാണ് എല്ലായിടങ്ങളിലും, സ്റ്റേഷനിലെ എല്ലാ ഇടങ്ങളിലും, എല്ലാ പ്ലാറ്റ്ഫോമുകളിലും, യാത്രക്കാരിലുമൊക്കെ ഒരു പരിശോധന നടക്കുന്നുണ്ട്. കൂടുതൽ ലഗേജുമായി വരുന്നവരിലെയൊക്കെ ലഗേജുകൾ തുറന്നും പരിശോധിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, രാജ്യം മുഴുവനും വലിയൊരു ജാഗ്രതയിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എറണാകുളം ജില്ലയിലും അത്തരത്തിലുള്ളൊരു ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എറണാകുളം KSRTC സ്റ്റാൻഡിലും ആലുവ മെട്രോ സ്റ്റേഷനുകളിലും അതോടൊപ്പം തന്നെ ആലുവ റെയിൽവേ സ്റ്റേഷനിലുമാണ് ഇപ്പോൾ ഒരേ സമയം പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതൊരു ഈ ദിവസം മുഴുവനും ഇത്തരത്തിലുള്ള ഒരു പരിശോധന ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ദിവസങ്ങളിലുമൊക്കെ ഈ പരിശോധന ഈ രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. കാരണം അത്രയും വലിയൊരു ജാഗ്രത, അത്രയും വലിയൊരു സംഭവം തന്നെയാണ്, നമ്മുടെ രാജ്യത്തെ നടുക്കിയ സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. മറ്റിടങ്ങളിലേക്കുമൊക്കെ അതിന്റെ ഒരു ജാഗ്രത എന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അത് കൃത്യമായി തടയുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മുടെ പോലീസും ഡോഗ് സ്ക്വാഡും RPFും ഒക്കെ ഇപ്പോൾ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നടക്കുന്നത് പാഴ്സൽ സെന്ററിലാണ്. അവിടെയാണ് ഇപ്പോൾ ഡോഗ് സ്ക്വാഡിന്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റിടങ്ങളിലും ഈ ആളുകൾ തിങ്ങിക്കൂടുന്ന ഇടങ്ങളിൽ തന്നെയാണ് പ്രധാനമായും ഇപ്പോൾ ഈ ഒരു പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം KSRTC സ്റ്റാൻഡിലും മെട്രോ സ്റ്റേഷനിലുമൊക്കെ ഇതേ രീതിയിൽ തന്നെ തുടരുന്നുണ്ട്. വലിയ ജാഗ്രത തന്നെയാണ് സംസ്ഥാനത്തുടനീളം നൽകിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി കൊച്ചി പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സജിത്ത്, രാജ്യം മുഴുവൻ വലിയ ജാഗ്രതയിലാണ്. പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധനയാണ്. അതുകൊണ്ടാണ് ഓരോ തരത്തിലുള്ള ലഗേജുകളിലും കൃത്യമായ പരിശോധന നടക്കുന്നത്. അതിൽ ഡോഗ് സ്ക്വാഡിനെ അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് പരിശോധന. ഇന്നലെ തന്നെ സംസ്ഥാന പോലീസ് മേധാവി കേരളത്തിനും ഈ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും അത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. നവമി സൂചിപ്പിച്ചതുപോലെ ആൾക്കൂട്ടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പരിശോധന എന്നതാണ് സാഹചര്യം. അതാണിപ്പോൾ അവിടെ നടക്കുന്നത്, പരിശോധന. നവമി, ഒരു കാര്യം കൂടി, നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെ കാഴ്ച ഇത് തന്നെയാണ്. കൊച്ചിയിലെ മറ്റ് ആൾക്കൂട്ടമുള്ള ഇടങ്ങളിലും തന്ത്രപ്രധാന ഇടങ്ങളിലേക്കും പരിശോധനയുണ്ടല്ലോ. കാരണം പ്രതിരോധ രംഗത്തും തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലം കൂടിയാണല്ലോ കൊച്ചി. അതെ, അതുകൊണ്ട് സജിത്ത്, രാവിലെ മുതൽ തന്നെ വിവിധ ഇടങ്ങളിൽ പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ആളുകൾ കൂടുതലായിട്ട് എത്തുന്ന ഇടങ്ങളിൽ, അത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനുകൾ കൂടാതെ KSRTC സ്റ്റാൻഡ്, ഒപ്പം മെട്രോ സ്റ്റേഷനുകൾ, ഇവിടെയൊക്കെയാണ് കൂടുതൽ ആളുകളും ഈ ഒരു സമയങ്ങളിലൊക്കെ വരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഒരു പ്രതികരണം തരാം. അദ്ദേഹത്തിനോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം.
പരിശോധനയുടെ കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കാം. ഇന്നലെ വൈകുന്നേരം നമ്മുടെ രാജ്യത്തെ നടുക്കിയ ഡൽഹി ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലും അതീവ ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശത്തെ തുടർന്ന് നമ്മൾ ഇന്നലെ രാത്രി മുതൽ തന്നെ ആന്റി സബോർഡിനേറ്റ് ചെക്കും ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ RP റെയിൽവേ പ്രൊട്ടക്ഷൻ സ്പെഷ്യൽ ഫോഴ്സ് ഉൾപ്പെടെ നമ്മുടെ KAP ഉൾപ്പെടെ കേരള പോലീസിന്റെയും സംയുക്തമായ വിശദമായ പരിശോധന, അതായത് ലഗേജുകളും യാത്രക്കാരെയും അതുപോലെ തന്നെ പാഴ്സൽ ഓഫീസ് ഉൾപ്പെടെയുള്ള എല്ലാം വളരെ വ്യക്തമായി വളരെ ക്ലിയറോടുകൂടി ചെക്ക് ചെയ്തു വരുന്ന ഒരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മുതൽ മാത്രമല്ല, കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മുടെ ഒരു സഹോദരിയെ ട്രെയിനിൽ നിന്നും കേരള എക്സ്പ്രസിൽ നിന്നും മദ്യപിച്ച് ചവിട്ടി താഴെയിട്ടതുമായി ബന്ധപ്പെട്ട് ഒരാഴ്ചയായി നമ്മുടെ RPFും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും കേരള റെയിൽവേ പോലീസും സംയുക്തമായി റെയിൽവേ സ്റ്റേഷനുകളിൽ എല്ലാ മെയിൻ റെയിൽവേ സ്റ്റേഷനുകളിലും വ്യക്തമായ പരിശോധന നടത്തി വരുന്നു. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരവെയാണ് നമുക്ക് ഇന്നലെ രാജ്യത്തെ നടുക്കിക്കൊണ്ട് വളരെ ദാരുണമായ ഒരു സംഭവം ഇന്നലെ രാത്രി 6 മണിയോടുകൂടി ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ നമ്മുടെ കേരള പോലീസിന്റെ DGP നേരിട്ട് നിർദ്ദേശം തരികയും അതിനെ തുടർന്ന് നമ്മുടെ നല്ല രീതിയിലുള്ള പരിശോധന ഇന്നലെ രാത്രി മുഴുവൻ തന്നെ ഇതിന് ഒരു അറിയിപ്പുണ്ടാകും വരെ ഈ പരിശോധന തുടർന്നുകൊണ്ടേയിരിക്കും. എല്ലാ ലഗേജുകളും എല്ലാ ട്രെയിനിൽ ഉൾപ്പെടെ പ്ലാറ്റ്ഫോമുകളിൽ മാത്രമല്ല ട്രെയിനിൽ ഉൾപ്പെടെ സംശയാസ്പദമായ എല്ലാ ലഗേജുകളും പാസഞ്ചറിനെയും ചെക്ക് ചെയ്ത് തുടർന്നു വരുന്ന ഒരവസ്ഥയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ എല്ലാ റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം, ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം, കോഴിക്കോട്, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ജനശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് എറണാകുളം നോർത്ത്, സൗത്ത്, അതുപോലെ തന്നെ ആലുവ. ഈ 3 സ്റ്റേഷന് പുറമെ മറ്റ് ഞാൻ പറഞ്ഞതുപോലെ ട്രിവാൻഡ്രം, അതുപോലെ തന്നെ കോഴിക്കോട്, കണ്ണൂർ, തൃശ്ശൂർ തുടങ്ങിയ എല്ലാ മെയിൻ പ്ലാറ്റ്ഫോമുകളിലും പരിശോധന നടക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ സബ് സ്റ്റേഷനുകളുടെ അങ്കമാലി, അതുപോലെ തൃപ്പൂണിത്തുറ, അവിടെയും ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പരിശോധനകൾ തുടർന്നു വരികയാണ്. എന്തായാലും അദ്ദേഹം പറഞ്ഞത് പ്രകാരം റെയിൽവേ സ്റ്റേഷനുകളിൽ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഒരു പെൺകുട്ടിയെ ട്രെയിനിൽ നിന്നും ഒരു മദ്യപൻ തള്ളിയിട്ടതും നമ്മൾ വാർത്തയാക്കിയതാണ്. കേരളം ഞെട്ടിയൊരു സംഭവമായിരുന്നു. അതിന് പിന്നാലെ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനിനുള്ളിലുമൊക്കെ പോലീസിന്റെയും RPFന്റെയും ഒക്കെ പരിശോധന ശക്തമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് രാജ്യത്തെ ഞെട്ടിച്ച ഈ സംഭവം കൂടി എത്തുന്നത്. ആ ഒരു സാഹചര്യത്തിൽ പരിശോധന കൂടുതൽ കർശനമാക്കിയിരിക്കുകയാണെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ പരിശോധന ഇതേ രീതിയിൽ തന്നെ പുരോഗമിക്കുകയും ചെയ്യും. സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, നോർത്ത് റെയിൽവേ സ്റ്റേഷൻ, ആലുവ എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നത്. നമുക്കറിയാം, സജിത്ത്, ഏറ്റവും കൂടുതൽ എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന റെയിൽവേ സ്റ്റേഷനുകൾ ഇത് 3 ആ ഒരു സാഹചര്യത്തിൽ തന്നെ അവിടെ പരിശോധന കർശനമാക്കുകയാണ്. എല്ലാ നിരീക്ഷണവും പോലീസിന്റെയും RPFന്റെയും ഒക്കെ നിരീക്ഷണം ആ രീതിയിൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിലും ആ പരിശോധന തുടരും എന്നുകൂടിയാണ് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തൃപ്പൂണിത്തുറ ഭാഗങ്ങളിലുമൊക്കെ ശക്തമായിട്ടുള്ള ഒരു നിരീക്ഷണം ഉണ്ടാകും. ഇത് കൂടാതെയാണ് മെട്രോ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചും ഇപ്പോൾ ഒരു പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. KSRTC സ്റ്റാൻഡിലുമൊക്കെ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന ഇടങ്ങളിലാണ് ഈ പരിശോധനയുള്ളതെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതുവരെയും മറ്റ് സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങളൊന്നുമോ അല്ലെങ്കിൽ അസാധാരണമായിട്ടുള്ള ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ ആളുകളുടെ അങ്ങനെ ഇവിടെ എത്തിയിരിക്കുന്ന യാത്രക്കാരുടെ ലഗേജ് ബാഗൊക്കെ തുറന്ന് പരിശോധിക്കുന്ന തരത്തിലേക്ക്